അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചകിരി കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. ഇത് ചകിരി എന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? തൊണ്ട് അങ്ങനെയൊക്കെ പറയും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചകിരി എന്നാണ് പറയുന്നത്. നിങ്ങളെന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ തേങ്ങ പൊളിച്ചിട്ട് കിട്ടുന്ന ഇതിന് ചകിരി എന്ന് തന്നെയല്ലേ പറയുന്നത്? ഞങ്ങളിവിടെ ഈസി ആയിട്ട് ചേരി എന്ന് പറയും. അപ്പോൾ ഈ സാധനം കൊണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ബേസായിട്ട് വൈറ്റ് അടിക്കണം കേട്ടോ. വൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ വീടിനൊക്കെ അടിക്കുന്നില്ലേ, എമഷേ, ആ വൈറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വൈറ്റ് എടുത്തായി, അക്രിലിക് വൈറ്റോ ഏതെങ്കിലും ഒരു വൈറ്റ് ഇതിന് ബേസായിട്ട് അടിക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന കളറിൻ്റെ ആ ടോണൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് അടിക്കുന്നത് കേട്ടോ. ആദ്യം വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇതിൻ്റെ മുകളിൽ ചെയ്യുന്ന കളറുകളൊക്കെ കറക്റ്റ് ആ തിക്ക് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ വൈറ്റ് നന്നായിട്ട് അടിക്കുക. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് അങ്ങോട്ട് അടിക്കുന്നതാണ്. നല്ല തിക്കായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് കരിച്ച് കളയുന്നത് നല്ലതാണ് കേട്ടോ. കാരണം മെഴുകുതിരി അങ്ങ് വെച്ചിട്ട് ഒന്ന് കരിച്ച് കളഞ്ഞാൽ ആ നാരൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നല്ല ക്ലിയറായിട്ട് വൈറ്റ് അടിക്കുക. വൈറ്റ് നല്ല ഇത് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല, നല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചാൽ മതി. കാരണം അത്ര ഏരിയ അല്ലേ വരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ അടിച്ചാൽ കൂടുതൽ പെയിൻറ്റ് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് തന്നെ അടിച്ചാൽ ഇത് ഒറ്റക്കോട്ട് അടിച്ചാൽ മതിയാവും. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ വൈറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചതിനെ കൊണ്ട് നല്ല ക്ലിയറായിട്ട് ഒറ്റക്കോട്ട് തന്നെ ക്ലിയറായി കവറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരികു വശമൊക്കെ ഇങ്ങനെ നന്നായിട്ട് കവറാവുന്ന രീതിയിൽ വൈറ്റ് അടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്രീൻ ടോണിൽ വരുന്ന കളർ അങ്ങോട്ട് അടിച്ച് തുടങ്ങാം. ഇതും ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ കളറ് കറക്റ്റായിട്ട് കിട്ടേണ്ടതിനെ കൊണ്ട് ഡയറക്റ്റ് അടിക്കുന്നതാണ്. അപ്പോൾ ഈ പച്ചട്ടോണ് പുറം ഭാഗത്തായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇത് ഏകദേശം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലേ. അതിനുശേഷം ഈ നീല കളറിലുള്ള ഭാഗം ഇങ്ങനെ ഈ സൈഡിലൂടെ അടിച്ചു കൊടുക്കുക. കാരണം ഇത് നമ്മളിപ്പം ചെടിയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രാണിയില്ലേ, നല്ല വർണ്ണ കളറുകളൊക്കെ ആയിട്ട്, എന്താ പറയുക അതിന്, പേരൊന്നും എനിക്കറിയില്ല. നമ്മൾ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ചെടികളിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന നല്ല കളറിലുള്ള വണ്ട് എന്നൊക്കെ പറയുന്ന ആ സംഭവമല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതാണ്. അപ്പോൾ ആ കളറിലേക്ക് കൊണ്ടുവരണം നമുക്കിത്. ഗ്രീന്, ബ്ലൂ, റെഡൊക്കെ അടിച്ചിട്ട് നമുക്ക് ആ കളറിലേക്ക് കൊണ്ടുവരണം. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിനിങ്ങനെ പച്ച ഇലയിലൊക്കെ പറ്റി പിടിച്ച് കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ. അതേപോലെ അപ്പോൾ അതിലേക്ക് ഞാൻ ആ ഗ്രീനും ബ്ലൂഡിയും മിക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ അടിച്ച് വരണം. ഈ സൈഡിലും ഇങ്ങനെ അടിക്കുക. കുറച്ചൊന്ന് പെയിൻറ്റ് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം ചേർക്കാം കേട്ടോ.
ആ ഗ്രീനും ബ്ലൂ എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഗ്രീനൂടെ എടുത്തിട്ട് അവിടെ ആ ബ്ലൂവിലേക്ക് മിക്സ് ആകുന്ന രീതിയിൽ അങ്ങനെ മിക്സ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആ ടോണ് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് ആ സൈഡിലൂടെ ഇത് ആ തലയുടെ ഭാഗം അവിടെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുക. ബ്ലാക്കും ആ എൻഡിൽ വരുന്ന ഭാഗത്തൊക്കെ ബ്ലാക്ക് നന്നായിട്ട് കൊടുക്കുക. ബ്ലാക്കിനടുത്തും ആ ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ആക്കി അടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആ ടോണ് വരും. ആ ബ്ലാക്കും ഗ്രീനും ബ്ലൂ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം നന്നായിട്ട് എല്ലായിടെയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, വൈറ്റ് തീരെ കാണാത്ത രീതിയിൽ. കാരണം ആ വൈറ്റ് ഡോട്ട് ഉണ്ടാവും ആ ഇതിൽ ചകിരിയിലുള്ള ആ കുഴികളൊക്കെ ആകെ നന്നായിട്ട് ഫില്ലാകുന്ന രീതിയിൽ അടിച്ച് ബ്രഷ് കൊണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് എല്ലായിടെയും ബ്ലൂവും ഗ്രീനും ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഹെഡിൻ്റെ ആ ഭാഗത്ത് റെഡാണ് കൊടുക്കുന്നത്. റെഡ് ഇതേപോലെ നന്നായിട്ട് ആ ഹെഡിൻ്റെ ആ ഭാഗത്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് യെല്ലോ എടുത്തിട്ട് അവിടെ ഹെഡിൻ്റെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഒന്ന് ആ ബ്ലറായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റെഡും ആ യെല്ലോയും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ വരത്തക്ക രീതിയിൽ ചെയ്യുക. സെൻറ്ററിൽ മാത്രം യെല്ലോ കുറച്ച് മിക്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ സൈഡിലൂടെയുള്ള റെഡ് അങ്ങനെ നിപ്പിച്ചതിന് ശേഷം അപ്പം നല്ലൊരു ടോൺ അവിടെ വരും ആ ഹെഡിൻ്റെ ഭാഗത്ത്. അതിനുശേഷം നമ്മൾ ആ പ്രാണീൻ്റെ പുറം ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് വരകളൊക്കെ കാണുന്നില്ലേ, ആ വരകളൊക്കെ കുറച്ച് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ആ അരികു ഭാഗമൊക്കെ അല്ലേ ആ സൈഡ്, അവിടെയൊക്കെ ബ്ലാക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് തീരെ വൈറ്റ് കാണാത്ത രീതിയിൽ. അപ്പോൾ അവിടെയൊക്കെ ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് വന്നു. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ആ വൈറ്റ് തീരെ കാണാത്ത രീതിയിൽ ഒരു കളറ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 ചിറകുകൾ വേണം. അത് കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ചിറകുകൾ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കണം നമുക്ക്.
ഇനി ഒരു കത്രി ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ചിറകായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി വേണം. അത് നമുക്ക് ഈ ചിറക് ഇങ്ങനെ വെച്ചിട്ട് അതിൽ പെൻസിൽ കൊണ്ട് വരഞ്ഞെടുത്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ചിറക് കുറച്ച് വലുപ്പം കൂടിപ്പോയി. അതൊന്നുകൂടി ചെറുതാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത ആ ചകിരി ഉണ്ടല്ലോ, ആ വലുപ്പത്തിന് അനുസരിച്ചുള്ള ഒരു വലുപ്പമായിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്യാന്ന്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. അതിന് റെഡാണ് ആദ്യം അടിക്കുന്നത്. റെഡിലേക്ക് ഇനി നമുക്ക് യെല്ലോ മിക്സ് ചെയ്തെടുക്കണം. കൂടാതെ അതിൻ്റെ ബോർഡറായിട്ട് ബ്ലാക്ക് കൂടി ഒന്ന് ബ്ലാക്ക് ഒരു ബോർഡറായിട്ട് കൊടുക്കണം. അപ്പോൾ അതും റെഡിലേക്ക് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്തെടുക്കണം. അപ്പം ചിറക് ഓക്കെ ആയിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡറൊക്കെ കൊടുത്ത് ഓക്കെ ആയി. ഇനി 2 കണ്ണ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടിയും വാൾപുട്ടിയും ചോക്ക് പൗഡറോടെയും മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമുക്ക് ഉരുട്ടി എടുക്കണം. ഇതുപോലെ നന്നായി ഉരുട്ടിയെടുക്കുക. ഇത് ചോക്ക് പൗഡറും ഇതും പുട്ടി അല്ലാതെ നമുക്ക് എംസിൽ അതുപോലുള്ള സാധനങ്ങൾ ഉരുട്ടിയെടുത്താൽ മതി. അതാകുമ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ അടുത്ത് എംസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ കണ്ണിന് നന്നായിട്ട് കളർ ചെയ്തെടുക്കണം. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം കളർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ആ വൈറ്റ് കളറോട് മിക്സായിട്ട് നമ്മളെ ആ കളർ ശരിയാവാതെ വരും. ആ ബ്രൗൺ കളറിൻ്റെ പുറത്തായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടെ കൊടുക്കണം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് ചേർക്കണം. ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വുഡ് ഫില്ലാണ്. വുഡ് ഫില്ല് കയ്യിലൊന്നും ആവാതെ സൂക്ഷിച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അത് ഓക്കെ ആണ്. ഇനി നമുക്ക് കണ്ണുകൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം.
അപ്പം കണ്ണും അങ്ങനെ സെറ്റായി. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ കുലച്ചിലില്ലേ, ആ തെങ്ങിൻ്റെ ഇതിന് എന്താ പറയുക, മടൽ അങ്ങനെയൊക്കെ പറയൂല്ലേ, ആ സംഭവം കാലായിട്ട് ഒരു 6 പീസ് വേണ്ടി വരും. അത് ഇങ്ങനെ അടിവശത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ആ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രാണി, വണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം. ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയല്ലേ? നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഒരു അടിപൊളി ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.